നമസ്കാരം. ഭാരതത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ അതിർത്തി രക്ഷാസേന വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ കാര്യക്ഷമവും പ്രായോഗികവുമായ മാർഗങ്ങൾ തേടുക എന്നത് സുരക്ഷാ ഏജൻസികളുടെ നിരന്തരമായ ദൗത്യമാണ്. ഇതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് ബംഗ്ലാദേശുമായുള്ള അതിർത്തിയിലെ ദുർഘടമായ ജലപാതകളിലും ചതുപ്പുകളിലും സുരക്ഷ ശക്തമാക്കുന്നതിനായി BSF മുന്നോട്ട് വെച്ച ഉരക വിന്യാസ പദ്ധതി ശ്രദ്ധേയമാവുകയാണ്. സാങ്കേതിക വിദ്യകൾക്കും ആയുധങ്ങൾക്കും അപ്പുറം പ്രകൃതിയെ തന്നെ ഒരു പ്രതിരോധ കവചമാക്കി മാറ്റാനുള്ള ഈ ആലോചന അതിർത്തി സംരക്ഷണത്തിലെ ഒരു വിപ്ലവകരമായ ചുവടുവെപ്പായി കണക്കാക്കാം. ഭാരതവും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്ന 4000-ലധികം കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ വലിയൊരു ഭാഗം നദികളും സുന്ദർബൻ പോലെയുള്ള നിബിഡ വനങ്ങളും ചതുപ്പ് നിലങ്ങളുമാണ്. ഇത്തരം പ്രദേശങ്ങളിൽ ഭൗതികമായ വേലികൾ കെട്ടി അതിർത്തി തിരിക്കുക എന്നത് ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രയാസകരമായ ഒന്നാണ്. മൺസൂൺ കാലത്ത് നദികൾ ഗതിമാറുന്നതും ചതുപ്പുകൾ രൂപപ്പെടുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിന് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നുഴഞ്ഞുകയറ്റക്കാരെയും കള്ളക്കടത്തുകാരെയും പ്രതിരോധിക്കുവാൻ വന്യജീവികളുടെ സ്വാഭാവിക സാന്നിധ്യം പ്രയോജനപ്പെടുത്തുക എന്ന തന്ത്രപരമായ നീക്കമാണ് സൈന്യം ആലോചിക്കുന്നത്. മുതലകളെയും പാമ്പുകളെയും പോലുള്ള ഉരകങ്ങളെ വിന്യസിക്കുന്നതിലൂടെ അനാവശ്യമായ കടന്നുകയറ്റങ്ങൾ തടയുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത ഇത് പ്രകൃതി സൗഹൃദമായ ഒരു സുരക്ഷാ മാർഗമാണ് എന്നതാണ്. വലിയ യന്ത്രസാമഗ്രികളോ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളോ ഇല്ലാതെ തന്നെ അതിർത്തിയിൽ ഒരു ഭയരഹിത അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഇതിലൂടെ സാധിക്കും. ഇത്തരം ഉരകങ്ങളുടെ സാന്നിധ്യം നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നവരിൽ ഉണ്ടാക്കുന്ന മാനസികമായ ഭയം ഏതൊരു ആയുധത്തെക്കാളും വലിയ പ്രതിരോധമായി മാറും. വന്യജീവി സംരക്ഷണവും അതിർത്തി സുരക്ഷയും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മാതൃകയാണിത്. കൂടാതെ തദ്ദേശീയമായ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ശത്രുക്കൾക്ക് അപ്രാപ്യമായ ഒരു സ്വാഭാവിക മതിൽ തീർക്കുവാനും ഈ പദ്ധതിക്ക് സാധിക്കും. സാങ്കേതിക വിദ്യയുടെ പരിമിതികളെ മറികടക്കാൻ ഇത്തരം പ്രകൃതിദത്ത മാർഗങ്ങൾ സൈന്യത്തിന് വലിയ കരുത്ത് പകരും. ലേസർ സെൻസറുകളും ക്യാമറകളും പ്രവർത്തനരഹിതമായേക്കാവുന്ന പ്രതികൂല കാലാവസ്ഥകളിൽ പോലും പ്രകൃതിയുടെ ഈ കാവൽക്കാർ അതിർത്തിയിൽ ജാഗ്രതയോടെ നിലകൊള്ളും. ഇത് സൈനികരുടെ ജോലിഭാരം ലഘൂകരിക്കാനും കൂടുതൽ ഫലപ്രദമായ രീതിയിൽ അതിർത്തി നിരീക്ഷിക്കാനും സഹായിക്കും. അതിർത്തി സംരക്ഷണത്തിൽ ഭാരതം എന്നും പുതിയ പാഠങ്ങൾ ലോകത്തിന് കാട്ടിക്കൊടുക്കാറുണ്ട്. ആധുനികതയും പ്രകൃതിയുടെ കരുത്തും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം പരീക്ഷണങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ അതിർത്തികളിൽ ഒന്നായ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കൂടുതൽ സുരക്ഷിതമായി മാറും. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി BSF നടത്തുന്ന ഇത്തരം ക്രിയാത്മകമായ ആലോചനകൾ വരും തലമുറയിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വന്യമൃഗങ്ങളെയും ഉരകങ്ങളെയും ഉപയോഗിക്കുക എന്ന ആശയം ആധുനിക ലോകത്തിന് ചിലപ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ചരിത്രപരമായും പ്രായോഗികമായും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതികൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിദത്തമായ പ്രതിരോധ സംവിധാനങ്ങളെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പണ്ടുകാലം മുതൽക്കേ നിലനിൽക്കുന്ന ഒരു തന്ത്രമാണ്. സാങ്കേതിക വിദ്യകൾ ഇല്ലാതിരുന്ന കാലത്ത് കാവലിനും ശത്രുക്കളെ തുരത്തുന്നതിനും മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നതിൻ്റെ തുടർച്ചയാണ് BSF ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശത്തെയും കാണാൻ സാധിക്കുന്നത്. അതിർത്തി സംരക്ഷണത്തിൽ പ്രകൃതിയുടെ കരുത്തിനെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതിന് ആഗോളതലത്തിൽ തന്നെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനാകും. ചരിത്രത്തിലേക്ക് നോക്കിയാൽ പുരാതന കാലം മുതൽ തന്നെ കോട്ടകളുടെ സംരക്ഷണത്തിനായി മുതലകളെ വിന്യസിച്ചിരുന്നതായി കാണാം. മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിലെയും ഏഷ്യയിലും പല കോട്ടകൾക്കും ചുറ്റുമുള്ള കിടങ്ങുകളിൽ പട്ടിണിക്കിട്ട മുതലകളെ വളർത്തിയിരുന്നു. ശത്രു സൈനികർ നീന്തി കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നത് തടയുവാൻ ഈ രീതി വളരെ ഫലപ്രദമായിരുന്നു. ഇന്ത്യയിലെ തന്നെ ചില പുരാതന കോട്ടകളിൽ ഇത്തരം പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. ഇത് കേവലം ഒരു ആയുധം എന്നതിലുപരി ശത്രുവിൻ്റെ മനസ്സിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു മാനസിക പ്രതിരോധം കൂടിയായിരുന്നു. ആധുനിക അതിർത്തികളിൽ വേലികൾ സ്ഥാപിക്കാൻ കഴിയാത്ത ചതുപ്പ് നിലങ്ങളിൽ ഇത്തരമൊരു രീതി വീണ്ടും ആലോചിക്കപ്പെടുമ്പോൾ അത് പഴയകാല യുദ്ധതന്ത്രങ്ങളുടെ ഒരു നവീകരിച്ച രൂപമായി മാറുന്നു. സമീപകാല ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ വിയറ്റ്നാം യുദ്ധസമയത്ത് വടക്കൻ വിയറ്റ്നാം സൈന്യം അമേരിക്കൻ സൈനികരെ പ്രതിരോധിക്കുവാൻ വിഷപ്പാമ്പുകളെ ഉപയോഗിച്ചിരുന്നതായി ചില റിപ്പോർട്ടുകളുണ്ട്. വനപ്രദേശങ്ങളിലെ തുരങ്കങ്ങളിലും പാതകളിലും പാമ്പുകളെ കെട്ടിയിട്ടും മറ്റും അവർ സ്വാഭാവികമായ കെണികൾ ഒരുക്കിയിരുന്നു. ഇത് അമേരിക്കൻ സൈനികർക്കിടയിൽ വലിയ തോതിലുള്ള ഭീതി സൃഷ്ടിക്കുവാൻ കാരണമായി. അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ചില വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തികളിൽ കാണ്ടാമൃഗങ്ങളെയും സിംഹങ്ങളെയും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ വേട്ടക്കാരെ തടയാൻ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഒരു സ്വാഭാവിക വേലിയായി അധികൃതർ ഉപയോഗിക്കുന്നുണ്ട്. ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ തങ്ങളുടെ അതിർത്തി വനങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന വന്യജീവികളെ
നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയുള്ള ഒരു സുരക്ഷാ കവചമായി കാണുന്നുണ്ട്. കടലതിർത്തികളുടെ കാര്യമെടുത്താൽ അമേരിക്കയും റഷ്യയും തങ്ങളുടെ നാവിക താവളങ്ങളുടെ സംരക്ഷണത്തിനായി ഡോൾഫിനുകളെയും കടൽ സിംഹങ്ങളെയും പരിശീലിപ്പിച്ച് വിന്യസിപ്പിച്ചിട്ടുണ്ട്. കടലിനടിയിലുള്ള മൈനുകൾ കണ്ടെത്തുന്നതിനും ശത്രു രാജ്യങ്ങളുടെ ഡൈവർമാരെ തിരിച്ചറിയുന്നതിനും ഈ ജീവികൾ വലിയ പങ്കുവഹിക്കുന്നു. തങ്ങൾ വിന്യസിച്ചിരിക്കുന്ന ഉരകങ്ങൾക്ക് കൃത്യമായ പരിശീലനം നൽകുകയോ അവയെ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും അവയുടെ സ്വാഭാവികമായ സാന്നിധ്യം അതിർത്തിയിൽ ഒരു പ്രതിരോധം തീർക്കുന്നു എന്ന ആശയത്തിന് ആഗോളതലത്തിലുള്ള ഇത്തരം സൈനിക പരീക്ഷണങ്ങളുമായി സാമ്യമുണ്ട്. ചുരുക്കത്തിൽ അതിർത്തി സുരക്ഷയ്ക്കായി പ്രകൃതിദത്തമായ മാർഗങ്ങൾ തേടുന്നത് പുതിയൊരു ചിന്തയല്ല. പല രാജ്യങ്ങളും തങ്ങളുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ ഇത്തരം പരീക്ഷണങ്ങൾ പണ്ടുകാലം മുതൽക്കേ നടത്തിയിട്ടുണ്ട്. ഈജിപ്തിലെ നൈൽ നദിയോരങ്ങളിലും ആമസോൺ വന്യപ്രദേശങ്ങളിലും പ്രകൃതിദത്തമായ വന്യജീവി സാന്നിധ്യം പലപ്പോഴും നുഴഞ്ഞുകയറ്റക്കാർക്ക് വലിയൊരു വെല്ലുവിളിയായി തുടരുന്നു. ഭാരതം തങ്ങളുടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്നതുമായ പ്രകൃതിയെ കാവൽക്കാരനാക്കുക എന്ന തന്ത്രത്തിൻ്റെ പുനരാവിഷ്കാരമാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയ്ക്കൊപ്പം പ്രകൃതിയുടെ ഈ കരുത്തുകൂടി ചേരുമ്പോൾ അതിർത്തികൾ കൂടുതൽ അപ്രാപ്യവും സുരക്ഷിതവുമായി മാറുമെന്ന് മുൻകാല അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിർത്തികളിൽ മുതലകളെ വിന്യസിക്കുന്നത് കേവലം ഒരു സൈനിക തന്ത്രം എന്നതിലുപരി അനധികൃത കുടിയേറ്റം തടയുന്നതിനും അതുവഴി രാജ്യത്തിനകത്തുണ്ടാകാനിടയുള്ള സാമൂഹിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള ഒരു പ്രകൃതിദത്ത കവചമായി മാറാൻ സാധ്യതയുണ്ട്. അനധികൃത നുഴഞ്ഞുകയറ്റം തടയുന്നതിൽ ഈ പദ്ധതി വഹിക്കുന്ന പ്രധാന പങ്ക് അതിർത്തിയിലെ മനഃശാസ്ത്രപരമായ പ്രതിരോധം ശക്തമാക്കുക എന്നതാണ്. കിലോമീറ്ററുകളോളം നീളുന്ന നദീതീരങ്ങളിൽ എല്ലാ ഭാഗത്തും സൈനികർക്ക് നേരിട്ട് കാവൽ നിൽക്കുക എന്നത് പ്രായോഗികമായി പ്രയാസകരമാണ്. എന്നാൽ ഈ ജലപാതകളിൽ മുതലകളെ പോലെയുള്ള അപകടകാരികളായ ജീവികളുടെ സാന്നിധ്യമുണ്ടെന്ന അറിവ് നുഴഞ്ഞുകയറ്റക്കാരെ പിന്നോട്ടടുപ്പിക്കാൻ സഹായിക്കും. സൈനികരുടെ കണ്ണ് വെട്ടിച്ച് അതിർത്തി കടക്കാമെന്ന് കരുതുന്നവർ പോലും പ്രകൃതിയുടെ ഈ കാവൽക്കാരെ ഭയന്ന് അത്തരം സാഹസങ്ങളിൽ നിന്ന് പിന്തിരിയും. ഇത് അതിർത്തി വഴിയുള്ള ആളുകളുടെ അനധികൃത പ്രവാഹം ഗണ്യമായി കുറയ്ക്കുവാൻ സഹായിക്കും. സാമൂഹികമായ തലത്തിൽ നോക്കിയാൽ നുഴഞ്ഞുകയറ്റം കുറയുന്നത് അതിർത്തി സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥ ഒഴിവാക്കാൻ സഹായിക്കും. അനധികൃത കുടിയേറ്റം പലപ്പോഴും പ്രാദേശിക ജനവിഭാഗങ്ങൾക്കിടയിൽ തൊഴിൽപരമായ മത്സരത്തിനും വിഭവങ്ങൾക്കായുള്ള തർക്കങ്ങൾക്കും കാരണമാകാറുണ്ട്. ഇത് പലപ്പോഴും വലിയ രീതിയിലുള്ള സാമൂഹിക സംഘർഷങ്ങളിലേക്ക് വഴിമാറുന്നുമുണ്ട്. അതിർത്തിയിൽ തന്നെ ഇത്തരം കടന്നുകയറ്റങ്ങൾ ഫലപ്രദമായി തടയാൻ സാധിച്ചാൽ ആഭ്യന്തരമായി ഉണ്ടാകാനിടയുള്ള വംശീയമോ സാമുദായികമോ ആയ അസ്വസ്ഥതകൾ വലിയൊരു പരിധി വരെ ഇല്ലാതാക്കാൻ സാധിക്കും. നുഴഞ്ഞുകയറ്റത്തോടൊപ്പം തന്നെ നടക്കുന്ന ലഹരി മരുന്ന് കടത്ത്, ആയുധക്കടത്ത്, കന്നുകാലി കള്ളക്കടത്ത് എന്നിവ തടയുവാൻ ഇത്തരം പ്രകൃതിദത്ത വേലികൾ സഹായിക്കും. ക്രിമിനൽ സംഘങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്ന രഹസ്യ ജലപാതകൾ ഇത്തരത്തിൽ അപകടകരമായ ജീവികളുടെ സാന്നിധ്യം കൊണ്ട് സുരക്ഷിതമല്ലാതാകുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. നുഴഞ്ഞുകയറ്റം വഴിയുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ കുറയുന്നത് പ്രാദേശിക ഭരണകൂടങ്ങൾക്കും പോലീസിനും ക്രമസമാധാന പാലനം കൂടുതൽ എളുപ്പമാക്കും. ചുരുക്കത്തിൽ അതിർത്തിയിൽ മുതലകളെ വിന്യസിക്കുന്നത് പോലെയുള്ള നൂതനമായ പ്രകൃതിദത്ത മാർഗങ്ങൾ അനധികൃത നുഴഞ്ഞുകയറ്റത്തിന് ശക്തമായ തടയിടാൻ പോന്നവയാണ്. ഇത് അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സാമൂഹിക ഭദ്രത നിലനിർത്താനും സഹായിക്കും. ആധുനിക സാങ്കേതിക വിദ്യയ്ക്കൊപ്പം പ്രകൃതിയുടെ കടുത്തം കൂടി ചേരുമ്പോൾ അത് രാജ്യത്തിൻ്റെ അതിരുകളെ കാക്കുന്ന അദൃശ്യവും എന്നാൽ അജയ്യവുമായ ഒരു പ്രതിരോധ നിരയായി മാറും. കൃത്യമായ ആസൂത്രണത്തോടെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഭാരതത്തിൻ്റെ അതിർത്തി സുരക്ഷാ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമായി മാറും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.